എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. 2023 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ ഭാഗമാണ് ഇത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ആദ്യത്തെ പോയിന്റിലേക്ക് അടക്കാം. മഹാരാഷ്ട്രയിലെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ഇത്തുവാരി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ ഈ ഇത്തുവാരി എന്ന റെയിൽവേ സ്റ്റേഷന് പുനർനാമകരണം ചെയ്തു. ശ്രദ്ധിച്ചു കേട്ടോ, മഹാരാഷ്ട്രയിലെ ഇത്തുവാരി റെയിൽവേ സ്റ്റേഷൻ പുതിയ പേര് എന്ത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അപ്പൊ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് എന്ന രീതിയിൽ ചോദ്യം വന്നാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന പേര് അവിടെ നിങ്ങൾ ഓർത്തോണം. മഹാരാഷ്ട്രയിലെ ഇത്തുവാരി റെയിൽവേ സ്റ്റേഷൻ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ ഇന്ത്യയിൽ വിമാനത്താവളമുണ്ട്, നമുക്കറിയാം. അത് കൊൽക്കത്തയിലാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം അല്ലെങ്കിൽ ഡം ഡം വിമാനത്താവളം അത് കൊൽക്കത്തയിലാണ്. അതവിടെ ഇരുന്നോട്ടെ. ഇത്തുവാരി റെയിൽവേ സ്റ്റേഷൻ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം, മഹാരാഷ്ട്ര. അടുത്ത പോയിന്റ്, വന്ദേ ഭാരത് എക്സ്പ്രസ്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ കയറി യാത്ര ചെയ്തവർക്കറിയാം സൗകര്യങ്ങൾ അവിടെ കൂടുതലാണ്. അപ്പൊ ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സൗകര്യങ്ങൾ അതേപോലെ എത്തിക്കുക. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സൗകര്യങ്ങൾ അതേപോലെ എത്തിക്കുക, AC ഒഴിവാക്കുക, സാധാരണക്കാരിലേക്ക് എത്തിക്കുക. നമുക്കറിയാം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ സാധാരണക്കാരിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ അതേപോലെയുള്ള മറ്റൊരു നോൺ AC ട്രെയിൻ അവതരിപ്പിക്കുന്നു. അതിന്റെ പേരാണ് വന്ദേ സാധാരൺ എന്ന് പറയും. വന്ദേ സാധാരൺ. അതിനകത്ത് തന്നെ ഉണ്ട് വന്ദേ സാധാരൺ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വന്ദേ സാധാരൺ. ഓക്കെ, ഇനി 1-2 ദിനങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം. ജൂലൈ 12 എന്ന് പറയുന്നത് മലാല ദിനമാണ്. നമുക്കറിയാം നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല യൂസഫ്സായി. ജൂലൈ 11 ജനസംഖ്യാ ദിനമാണ് കേട്ടോ. ജൂലൈ 11 ജനസംഖ്യാ ദിനം, ജൂലൈ 12 മലാല ദിനം. ഇതിന്റെ കൂടെ 18 ജൂലൈ 18 അതുകൂടെ ഓർത്തു വെച്ചു. അത് മണ്ടേല ദിനമാണ്. മണ്ടേല, നെൽസൺ മണ്ടേല, പരിചയമുള്ള ആളാണ് അല്ലെ. അപ്പൊ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം, ജൂലൈ 12 മലാല ദിനം, ജൂലൈ 18 മണ്ടേല ദിനമാണ്. അപ്പൊ 3 ദിനങ്ങൾ കൂടെ ഈ മാസങ്ങളിൽ കറണ്ട് അഫയേഴ്സ് പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മിച്ചു. അടുത്ത പോയിന്റിലേക്ക് വരാം. മീഥൈൻ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശ റോക്കറ്റ് പരീക്ഷിച്ച ആദ്യ രാജ്യം ഏത്? ചോദിക്കാൻ നല്ല ചോദ്യമാണ്. മീഥൈൻ റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച ആദ്യ രാജ്യം ഏത്? ചൈന. ഏതാണ്? ചൈന അല്ലെ. സാധാരണ ലിക്വിഡ് ഹൈഡ്രജൻ ഒക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ വായിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായാലും ഉപയോഗിക്കുന്ന ഇന്ധനം മീഥൈൻ ആണ്. ശ്രദ്ധിച്ചോണം, മീഥൈൻ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം ഏത്? ചൈന. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നാറ്റോ എന്ന സംഘടന, അതിന്റെ ഇപ്പോഴത്തെ പുതിയ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോളൻബർഗ് എന്നാണ് പേര്. ഓക്കെ, പുതിയ ആളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആര്? ജെൻസ് സ്റ്റോളൻബർഗ്. ജെൻസ് അല്ലെ, നമ്മള് ബോയ്സ് ജെൻസ് ആൻഡ് ഗേൾസ് എന്നൊക്കെ പറയും. ജെൻസ് സ്റ്റോളൻബർഗ്, നല്ല പേര്. ജെൻസ് സ്റ്റോളൻബർഗ്, നല്ല സ്റ്റൈലൻ പേരാണ്. ജെൻസ് സ്റ്റോളൻബർഗ്, നാറ്റോയുടെ സെക്രട്ടറി ജനറൽ. അടുത്തത് GST. GST എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെ. നമുക്കറിയാം GST, സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തായാലും ഒരു GST ട്രൈബ്യൂണൽ നിലവിൽ വന്നതിനെ കുറിച്ചാണ് പറയുന്നത്. GST ട്രൈബ്യൂണൽ, അതായത് സംസ്ഥാന തലത്തിൽ, ഇപ്പൊ സ്റ്റേറ്റ് തലത്തിലുള്ളതാണ്. സ്റ്റേറ്റ് തലത്തിൽ GST തർക്ക പരിഹാരത്തിനായിട്ട്, സംസ്ഥാന തലത്തിലെ GST തർക്ക പരിഹാരത്തിനായിട്ട് GST ട്രൈബ്യൂണലുകൾ കേരളത്തിൽ നിലവിൽ വരുന്നത് എവിടെയൊക്കെ? തിരുവനന്തപുരം, എറണാകുളം. ഓർത്തു വെക്കുക. സംസ്ഥാന തലത്തിൽ GST തർക്ക പരിഹാരത്തിനായി
GST ട്രൈബ്യൂണലുകൾ നിലവിൽ വരുന്നത് എവിടെയൊക്കെ? തിരുവനന്തപുരം, എറണാകുളം. ഓക്കെ, GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് നമുക്കറിയാം പൂർണ്ണരൂപം. ഓക്കെ, അരിവാൾ രോഗം ഏത്? അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിക്കിൾ സെൽ അനീമിയ, അതറിയപ്പെടുന്നത് അരിവാൾ രോഗം എന്നാണ്. നമ്മുടെ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ ആദിവാസി വിഭാഗങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. 2047 രാജ്യത്തെ സിക്കിൾ സെൽ അനീമിയ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പദ്ധതി ആരംഭിച്ചു. അപ്പൊ രാജ്യത്തെ സിക്കിൾ സെൽ അനീമിയ രോഗ വിമുക്തമാക്കുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2047 കേട്ടോ, 2047 രാജ്യത്തെ സിക്കിൾ സെൽ അനീമിയ വിമുക്തമാക്കുന്നതിനായിട്ട് നരേന്ദ്രമോദി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഷാഹ്ദോൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഷാഹ്ദോൽ എന്നാണ്. ഷാഹ്ദോൽ. അപ്പൊ മധ്യപ്രദേശിലെ ഷാഹ്ദോൽ എന്ന സ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2047 സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം. ഈ പറഞ്ഞ പോയിന്റുകൾ ഓർത്തിരിക്കുക. ഓക്കെ, കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയാണ് തെരഞ്ഞെടുത്തത് ആദ്യഘട്ടം. അത് അടുത്തത് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസിന്റെ പേരെന്ത്? അല്ലെങ്കിൽ 38ാമത് കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആര്? 38ാമത്തെ കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ പേര് ആശിഷ് ജെ ദേശായി. ഓക്കെ, ദേശായി ഓർത്തോണം. നമ്മുടെ ദേശം, കേരള ദേശത്തിന്റെ ചീഫ് ജസ്റ്റിസിന്റെ പേര് ദേശായി. ആശിഷ് ജെ ദേശായി. ഓർത്തോണം, ആശിഷിനകത്ത് ഷായുണ്ട്, ദേശായിക്കകത്ത് ഷായുണ്ട്. ഓക്കെ, ആശിഷ് ദേശായി. ആശിഷ് ജെ ദേശായി. ഓക്കെ, അതോടെ ഓർത്തിരുന്നു. ഈ 38 എന്നുള്ളതൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മുൻ മുഖ്യമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അല്ലെ, അദ്ദേഹത്തെ കുറിച്ച് ഇറങ്ങിയ ഡോക്യുമെന്ററിയുടെ പേരെന്ത്? പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചോദ്യമാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പുറത്തിറങ്ങിയ ഡോക്യുമെന്ററിയുടെ പേരാണ് ടച്ചിങ് ദ സോൾ. ഓർത്തു വെച്ചോണേ, നല്ല പോയിന്റ് ആണ്. ടച്ചിങ് ദ സോൾ. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിത കഥ പറയുന്ന ഡോക്യുമെന്ററിയുടെ പേരാണ് ടച്ചിങ് ദ സോൾ എന്ന് പറയുന്നത്. തുറന്നിട്ട വാതിൽ, അത് അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ ജീവചരിത്രത്തിന്റെ പേരാണ് തുറന്നിട്ട വാതിൽ. അത് രചിച്ചത് PT ചാക്കോ. ആനുകാലിക പ്രസക്തിയുള്ള പോയിന്റുകളാണിത്. PT ചാക്കോ. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്ന പേരിൽ ഒരു ചോദ്യം വന്നാൽ കാലം സാക്ഷി. ഓർത്തു വെച്ചോ, കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്ന പേരിൽ ഒരു ചോദ്യം വന്നാൽ കാലം സാക്ഷി. അതിന് പൂർത്തിയാക്കാൻ സഹായിച്ച ആളാണ് സണ്ണിക്കുട്ടി എബ്രഹാം. കാലം സാക്ഷി എഴുതി തയ്യാറാക്കി പൂർത്തിയാക്കാൻ സഹായിച്ച വ്യക്തിയാണ് സണ്ണിക്കുട്ടി എബ്രഹാം. കാലം സാക്ഷി. ഈ പോയിന്റ് ഓർത്തോണം. ആത്മകഥ, കാലം സാക്ഷി. ചോദ്യം വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോണം. ഓക്കെ, നമുക്കറിയാം 2024 ഒളിമ്പിക്സ് നടക്കുന്ന വർഷമാണ്. ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ 2020 ഒളിമ്പിക്സ് നടക്കുന്നത് 2021 നമുക്കറിയാം. കൊറോണ മൂലം 2021 നടക്കുന്നത്. എവിടെ വെച്ച്? ടോക്കിയോയിൽ വെച്ചാണ് വേദി. 2020 ഒളിമ്പിക്സിന്റെ വേദി ടോക്കിയോ ആണ്, അത് ജപ്പാനിലാണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി എന്ന് പറയുന്നത് പാരീസ് ആണ്, ഫ്രാൻസിലാണ്. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്, ഫ്രാൻസ്. 2028 ഒളിമ്പിക്സിന്റെ വേദി എന്ന് പറയുന്നത് ലോസ് ആഞ്ചൽസ് ആണ്, അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് ആണ് 2028 ഒളിമ്പിക്സിന്റെ വേദി. 2032 ഒളിമ്പിക്സിന്റെ വേദി എന്ന് പറയുന്നത് ബ്രിസ്ബെയിൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ. ബ്രിസ്ബെയിൻ ആണ് ഓസ്ട്രേലിയ. ഓക്കെ, അപ്പൊ 2020 ഒളിമ്പിക്സിന്റെ വേദി ടോക്കിയോ, ജപ്പാൻ. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ്, ഫ്രാൻസ്. 2028 ഒളിമ്പിക്സിന്റെ വേദി ലോസ് ആഞ്ചൽസ്, അമേരിക്ക. 2032 ഒളിമ്പിക്സിന്റെ വേദി ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. ഓക്കെ, ഇനി പോയിന്റിലേക്ക് വരാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം. പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം
പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം മുരളി ശ്രീശങ്കർ അഥവാ എം ശ്രീശങ്കർ. ഓർത്തു വെച്ചോണം, GV രാജ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചപ്പോൾ പുരുഷ വിഭാഗത്തിൽ ലഭിച്ചതും ഈ പറയുന്ന എം ശ്രീശങ്കർ തന്നെയാണ്. GV രാജ പുരസ്കാരം എന്ന് പറയുമ്പോ ഗോദവർമ്മ രാജ അദ്ദേഹമാണ് കായിക കേരളത്തിന്റെ പിതാവ്. ഇദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുന്ന പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. ഇത് 2023 പ്രഖ്യാപിച്ചപ്പോൾ മികച്ച പുരുഷ താരം ഈ എം ശ്രീശങ്കറും മികച്ച വനിതാ താരം അപർണ ബാലനുമായിരുന്നു. അപർണ ബാലൻ ബാഡ്മിന്റൺ താരമാണ് അപർണ ബാലൻ. ഓക്കെ, അവരുടെ കായിക ഇനം ഒന്ന് ഓർത്തു വെക്കണം, പരീക്ഷയിൽ അത് ചോദ്യമായിട്ട് വരാം. ഓക്കെ, അപർണ ബാലൻ ബാഡ്മിന്റൺ താരം, എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരം. അപ്പോ ഇവിടെ കൃത്യമായിട്ട് കേട്ടു. GV രാജ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം. പുരുഷ വിഭാഗത്തിൽ ലഭിച്ചത് എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരം. വനിതാ വിഭാഗത്തിൽ ലഭിച്ചത് അപർണ ബാലൻ ബാഡ്മിന്റൺ താരം. ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിക്കണം. പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് മുരളി ശ്രീശങ്കർ. അപ്പൊ ആ പോയിന്റ് അവിടെ വ്യക്തമായി. ഇനി അടുത്തത്, രാജ്യത്തെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എന്നതിനേക്കാൾ ഉപരി ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നത് സൂററ്റിലാണ്, ഗുജറാത്ത്. കൃത്യമായിട്ട് ഓർത്തോണം, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എവിടെ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സൂററ്റ് ഓർത്തോണം, അത് ഗുജറാത്തിലാണ്. അപ്പോ 2023 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിൽ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കും. ഈ ഒരു ഭാഗത്തേക്ക് വരാം. ദേശീയ ആരോഗ്യ മിഷൻ നമ്മൾ കേട്ടിട്ടുള്ള പദ്ധതിയാണ് ദേശീയ ആരോഗ്യ മിഷൻ എന്ന പദ്ധതി. അതിന് പുതിയൊരു പേര് കൊടുത്തു. ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേരാണ് പ്രധാനമന്ത്രി സമഗ്ര സ്വസ്ഥ മിഷൻ എന്നാണ് പേര്. പ്രധാനമന്ത്രി സമഗ്ര സ്വസ്ഥ മിഷൻ എന്നാണ് പേര്. ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേരാണ് പ്രധാനമന്ത്രി സമഗ്ര സ്വസ്ഥ മിഷൻ. പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അടുത്ത പോയിന്റ്, GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. മലയാളത്തിൽ ചോദ്യം വന്നാൽ ഭൗമ സൂചിക പദവി. ഭൗമ സൂചിക പദവി ഓർത്തു വെച്ചോ. ഓക്കെ, ഭൗമ സൂചിക പദവി ലഭിച്ച ഔദൂർ വെറ്റില ഏത് സംസ്ഥാനത്താണ് ഉത്പാദിപ്പിക്കുന്നത്? തമിഴ്നാടാണ്. ഓർത്തു വെച്ചു, ഔദൂർ വെറ്റില തമിഴ്നാടാണ്. ഔദൂർ വെറ്റില തമിഴ്നാടാണ്. ചോദിച്ചാൽ നല്ല ചോദ്യമായിരിക്കും, ഔദൂർ വെറ്റില. അടുത്ത പോയിന്റ്, 2023 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി എവിടെ വെച്ചാണ്? 2023 UN യുണൈറ്റഡ് നേഷൻ. ഓക്കെ, 2023 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെ? പഠിച്ചു വെച്ചോളൂ, ദുബായ് ആണ് വേദി. ദുബായ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ദുബായ് ആണ്. ദുബായ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ദുബായ് ആണ്. പഠിച്ചിരിക്കുക, ദുബായ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം ക്ലിയർ ആയി. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നീതി ആയോഗിന്റെ ഒരു കാര്യമാണ് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഇതാണ് അതിന്റെ പൂർണ്ണരൂപം. നീതി ആയോഗ് എന്നതിന്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് 2023 പുറത്തുവിട്ട ദാരിദ്ര്യ സൂചികയെ കുറിച്ചാണ് പറയുന്നത്. ദാരിദ്ര്യ സൂചിക. നീതി ആയോഗ് 2023 പുറത്തുവിട്ട ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം അത് കേരളമാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ ആണ്. ബീഹാർ. ഓക്കെ, ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം, ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ. അവിടെ നിങ്ങൾ ഇങ്ങനെയും കൂടെ ഓർത്തേക്കാന്, നിങ്ങള് സാക്ഷരതയുടെ കാര്യം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. സാക്ഷരത എന്ന് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയില് സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം എന്ന് പഠിച്ചിട്ടുണ്ട്.
ഇന്ത്യയിലെ സാക്ഷരത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ബീഹാർ എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ഇതിനെയും നിങ്ങൾ ചിന്തിച്ചു കാണുക. ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം, ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ തന്നെ ദാരിദ്ര്യം ഇല്ലാത്ത ജില്ലയായി തെരഞ്ഞെടുത്തത് എറണാകുളമാണ്. എറണാകുളം ഇന്ത്യയിൽ തന്നെ ദാരിദ്ര്യമില്ലാത്ത രീതിയിൽ ദാരിദ്ര്യമില്ലാത്ത ജില്ലയായി തെരഞ്ഞെടുത്തത് എറണാകുളത്തിനെയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ജില്ലയായി തെരഞ്ഞെടുത്തത് വയനാടിനെയാണ്. പോയിന്റുകൾ വ്യക്തമാണ്. അപ്പോ നീതി ആയോഗ് പുറത്തുവിട്ട ദാരിദ്ര്യ സൂചിക 2023, ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം കേരളം, ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം കേരളം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ബീഹാർ, ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാതെ തെരഞ്ഞെടുത്ത ജില്ല എറണാകുളം, കേരളത്തിൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. വ്യക്തമാണ്. അടുത്തത് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കുറച്ചൊക്കെ പരിചയമുള്ള പോയിന്റാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കാര്യം നമുക്കറിയാം അല്ലെ? കേരള സംസ്ഥാന ഭാഗ്യക്കുറി. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഒരു ഭാഗ്യചിഹ്നം പുറത്തിറക്കി, അതാണ് പച്ചക്കുതിര. കേരള സംസ്ഥാന ഭാഗ്യക്കുറി പുറത്തിറക്കിയ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര അല്ലെ? പച്ചക്കുതിരയുടെ പടമൊക്കെ നമ്മൾ പത്രങ്ങളിൽ കൂടി കണ്ടു. ഇത് രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ പേര് രതീഷ് രവി എന്നാണ്. ഓർത്തു വെച്ചോളൂ, രതീഷ് അല്ലെ? നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കളിയാക്കി ഇങ്ങനെ കേട്ടിട്ടുള്ള പേരാണ് രതീഷ് അല്ലെ? അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിവുള്ള വ്യക്തിയാണ് രതീഷ് രവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രതീഷ് രവി, പേര് പഠിച്ചു നോക്കുക, രതീഷ് രവി. ഇനി അടുത്തത്, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് ഒരു പദ്ധതി ആരംഭിച്ചു. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനു വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ചിരി എന്നാണ് അതിന്റെ പേര്. ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനു വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ചിരി എന്നാണ് പേര്. ഓർത്തിരിക്കൂ, ചിരി. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, നീതി ആയോഗ് കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചികയാണ് പറഞ്ഞത്. അതവിടെ വ്യക്തമായിട്ട് ഓർത്തോണം. ഇവിടെ പറയുന്നത് നീതി ആയോഗിന്റെ കയറ്റുമതി തയ്യാറെടുപ്പ് സൂചിക. നീതി ആയോഗ് കയറ്റുമതി തയ്യാറെടുപ്പ് സൂചിക. 1ാം സ്ഥാനം നേടിയത് തമിഴ്നാടാണ്. നീതി ആയോഗിന്റെ കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ 1ാം സ്ഥാനം നേടിയത് തമിഴ്നാടാണ്. കേരളത്തിന്റെ സ്ഥാനം ഒന്ന് ഓർത്തു വെച്ചു, 19ാം സ്ഥാനമാണ്. കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 19ാമതാണ്. ഓക്കെ, നീതി ആയോഗ് പുറത്തുവിട്ട കണക്കാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, 2023 ജൂലൈ മാസം കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ ഭാഗമാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടത്. ഓക്കെ, ഇതിന്റെ അടുത്ത പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.